നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നടൻ സുരേഷ് ഗോപിയാണ് ക്ലോസ് എൻകൗണ്ടറിലെ അയച്ച. നമസ്കാരം. വിഴിഞ്ഞം പദ്ധതിക്ക് ഹിന്ദു സമൂഹം മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് പൂർണ്ണമായും ജനങ്ങളുടെ പദ്ധതിയായി വരണമെങ്കിൽ ഹിന്ദു സമൂഹം ഒരു ചർച്ച തുറന്നു വെച്ച് ചിന്തിച്ച്, പ്രകോപിതരാവാതെ ചിന്തിച്ച് ഒരു സമന്വയത്തിലെത്തി അങ്ങനെ വന്നാൽ ഇത് ജനങ്ങളുടെ മാത്രം ഉടമസ്ഥതയിലുള്ള ഒരു പ്രോജക്റ്റായി വരാൻ, പദ്ധതിയായി വരാൻ ഒരു സാമ്പത്തിക സാധ്യത അവിടെയുണ്ട്. തൊട്ടടുത്ത ദിവസം അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞത് പൂർണ്ണത്രയീശന്റെ 18 നെറ്റിപ്പട്ടങ്ങൾ അക്കാലത്ത് കൊച്ചിയിൽ നിന്ന് ഒറ്റപ്പാലം വരെയുള്ള രാജവർമ്മ ഷൊർണൂരിൽ നിന്ന് കൊച്ചിക്ക്, ആ കൊച്ചി എന്ന് പറയുന്ന സ്റ്റേഷൻ ഇപ്പം ഇല്ല, അന്ന് വലിച്ചത് അങ്ങനെയാണ്. അത് വെറും നെറ്റിപ്പട്ടമല്ല, സ്വർണത്തിൽ മുക്കിയതുമല്ല, സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ. അത് വിറ്റിട്ടാണ് ബ്രിട്ടീഷ് രാജിൽ നിന്ന് ആ ലൈൻ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി, അത് ജനസമൂഹത്തിന് വേണ്ടിയാണ് ചെയ്തത്. അന്ന് നമുക്കൊരു രാജാവുണ്ട്. ആ രാജാവ് അതിന് ഒരുപാട് അനുഭവിക്കേണ്ടിയും വന്നു. സ്വന്തം സമൂഹം തന്നെ അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്ന് രാജാവുണ്ട്, രാജാവിൻ്റെത് അവിടെയുണ്ട്. ഹിന്ദു സമൂഹത്തിൻ്റെത് ക്ഷേത്രത്തിൻ്റെ വക എന്ന് പറഞ്ഞ അവിടെയുണ്ട്. അതിന് ഹിന്ദു മുന്നണിയോടോ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ നേതാക്കളോടോ ചോദിച്ചാൽ അറിയാം. ഒരു വ്യക്തത വരുത്താൻ വേണ്ടി, വിഴിഞ്ഞം പദ്ധതിക്ക് ഹിന്ദു സമൂഹം മുൻകൈ എടുക്കണമെന്ന് ഒരു ദിവസം പറയുന്നു, പിറ്റേ ദിവസം മുൻകൈയല്ല. അവരൊരു കാര്യത്തിൽ ചർച്ച തുടങ്ങണം, അതിന് നല്ല യോഗ്യമായ ഒരു തീരുമാനത്തിൽ ചർച്ചയിലൂടെ എത്തണം. ഇതിന്റെ അർത്ഥം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ എടുത്ത് വിൽക്കുകയോ അല്ലെങ്കിൽ പണയം വെക്കുകയോ ചെയ്ത് ആ പണം കൊണ്ട് 6500 കോടി മുതൽ 10,000 കോടി രൂപ വരെ വരുന്ന പദ്ധതി അതൊന്നുമല്ല, അതിൽ കൂടുതൽ വരും. എടുക്കുക, വിൽക്കുക, പണയം വെക്കുക അല്ല. ഞാനിത് അവിടെ നിന്ന് പ്രസംഗിക്കുകയും അന്ന് തന്നെ ഹിന്ദു മുന്നണിയുടെയും ഹിന്ദു സമുദായത്തിൽപ്പെട്ട പല പ്രധാനപ്പെട്ട ആൾക്കാരെയും വിളിച്ച് സംസാരിച്ചപ്പോഴും ഇത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ചർച്ചയ്ക്കെടുക്കാം, പക്ഷേ അത് പരക്കെ അങ്ങനെ പറയാൻ പാടില്ല. ആരും ഇതൊരു അവകാശമായിട്ടോ ആവശ്യമായിട്ടോ മുന്നോട്ട് വരാൻ ഒരു സ്പേസ് കൂടില്ല. തീർച്ചയാണ് ചർച്ചയാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അവിടെയും ഞാൻ പൂർണ്ണമായി പറയുന്നു, അത് ഹിന്ദു സമൂഹത്തിൻ്റെ അവകാശം തന്നെയാണ്, അവർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു, ആ നിർദ്ദേശമേ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. എനിക്കിനി മറ്റൊരു മുന്നണിയുടെ റാത്തെടുക്കാൻ എനിക്ക് വയ്യ. മറ്റൊരു മുന്നണിയെ അല്ലെങ്കിൽ സമൂഹത്തെ എനിക്ക് ഒരു ഡെഡ്ലോക്കിൽ കൊണ്ടെത്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ. പത്മനാഭസ്വാമിയുടെ സ്വത്ത് രാജാവാണ് ഇത്രയും നാളും അത് കാത്തു സൂക്ഷിച്ചത്. രാജകുടുംബത്തിന് അതിൽ വലിയൊരു സേ ഉണ്ട്. അവർക്കൊരു ഒരു വോയിസ് ഉണ്ട് അതിനകത്ത്. അവർ സുപ്രീം കോടതി, ഹിന്ദു സമൂഹം ഒന്നടങ്കം ഇത് ഭൂമിയുടെയും ഭാരതത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ഒരു ഇൻഫറൻസിൽ എത്തുകയാണെങ്കിൽ ചെയ്തോട്ടെ. പക്ഷേ ഇനി അതെൻ്റെ നിർദ്ദേശമല്ല, എൻ്റെ അപേക്ഷ പോലുമല്ല. കാരണം ഇത്രയും ശുദ്ധഗതിക്ക് പറഞ്ഞ ഒരു കാര്യത്തിന് വളരെ ദുഷ്ടലാക്കോടുകൂടി വളച്ചൊടിച്ചു എന്ന് പറയുന്നത് എനിക്ക് വേദന. എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ വരി പറയുമ്പോൾ ഒപ്പം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പറയാനൊക്കില്ലല്ലോ? ഞാൻ എന്താ പറഞ്ഞത്? സമുദായ നേതാക്കന്മാർ, സമൂഹത്തിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ അവരുമായിട്ട് ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം. ഞാനത് പറഞ്ഞാൽ അടുത്ത സ്പേറാണ് തുടങ്ങി വെക്കുന്നതെങ്കിൽ, അടുത്ത ഒരു തീയാണ് ഞാൻ എടുത്തിടുന്നതെങ്കിൽ, ഒരു ഉത്തരവാദിത്തമുള്ള പൗരനല്ലേ ഞാൻ? ഇതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് എവിടെയാണ് ഒരു തീവ്രവാദ റീഡിങ്ങിനുള്ള സ്പേസ് ഞാൻ ഇട്ടിരിക്കുന്നത്? താങ്കൾ ഇത് പറയുമ്പോൾ ഇത് ഹിന്ദു പ്രോജക്റ്റായി മാറുന്നു, അവിടെയുള്ള ക്രിസ്ത്യാനികളും അങ്ങനെ എൻ്റെ വാചകത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കൂ. നിങ്ങൾ ഭാഷ പഠിച്ച ആളല്ലേ, കേരള സമൂഹം ഒന്നുകൂടെ അത് മുഴുവനായി വായിക്കൂ. ഒരു വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ഒരു വിവാദം 10 വരികളിൽ നിന്ന് 2 വാക്ക് മുറിച്ച് കാണിച്ചുണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന മീഡിയ വർക്ക്, ഇറ്റ് ഈസ് സ്പോയിലിംഗ്. കേരളം ഭരിക്കുന്ന കോൺഗ്രസിന്റെ മുഖപത്രം പറയുന്നത് താങ്കൾ കേരള തൊഗാടിയാകാൻ ശ്രമിക്കുകയാണെന്നാണ്. ഇതിപ്പോൾ കേട്ടിട്ട് ഇനി അവരെന്ത് പറയും? ഇത് കേട്ടിട്ട് അവരെന്ത് പറയും? അല്ലെങ്കിൽ അത് വായിച്ച് മാത്രം എൻ്റെ സുഹൃത്തടക്കമുള്ള ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ഏലിയാസിൻ്റെ വാചകം കേട്ടിട്ടും പറഞ്ഞ ആരോപണം, അങ്ങനെ ഓരോരുത്തരെയും ഞാൻ പറയുകയാണ്. ഇവരൊക്കെ ഇനി എന്ത് പറയും?
അവർ പറയുന്ന ഇനി മാറ്റി പറയുന്നത് എനിക്ക് കേൾക്കണ്ട, ഞാൻ ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല, അതിനുവേണ്ടി ശക്തമായിട്ട് ഞാൻ നിലകൊള്ളും, അത് ഞാൻ ഏതവസ്ഥയിലെത്തിയാലും. പക്ഷേ വേദന ആണ് അടിച്ചേൽപ്പിച്ചത്. ഞാൻ എന്തുകൊണ്ടാണ്, നിങ്ങളത് രാഷ്ട്രീയക്കാരോട് ചോദിക്കുക, ഒരു കലാകാരനോട് ചോദിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെത്, കലാകാരൻ എപ്പോഴും എല്ലാം ഇമോഷണലായിട്ടേ എടുക്കാൻ പറ്റൂ. ഇങ്ങനായി പോയല്ലോ എന്നുള്ള വിഷമമാണ് എനിക്കിപ്പോൾ. എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തത് ഈ ഒരു 4-5 ദിവസം കൊണ്ട്. അത് തിരുത്തിത്തരാൻ പറ്റുമോ എനിക്കിനി? ഞാനിതിനെന്ത് ദ്രോഹമാണ് ചെയ്തത്? തിരുത്താൻ പറ്റുമോ ഇത്? ഇതെത്ര നിങ്ങൾ തിരുത്തിയാലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അയാൾ ആരെങ്കിലും വിചാരിക്കില്ലേ, എന്നാലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അയാളിത് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അവനിത് പറഞ്ഞല്ലോ. എനിക്കത് സഹിക്കാനൊക്കത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ പച്ച മനുഷ്യനാണ്. താങ്കൾ BJP-യിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വാർത്തക്കിടയിലാണ് ഹിന്ദു സമൂഹം ഇതിന് സഹകരിക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കി സ്വാഭാവികമായും വിഴുങ്ങിക്കളയുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഐ ബെഗ് ടു ഡിഫർ. നിങ്ങൾ അപ്പോഴും ആ ഒരു വാചകം ഉപയോഗിക്കുന്നുള്ളൂ. മൊത്തം ഞാൻ സംസാരിച്ചത് എടുത്ത് നോക്കൂ. ഇനി ഞാൻ അവിടെ നിന്ന് മോഹൻകുമാർ എന്ന് പറയുന്ന DCC പ്രസിഡന്റിനോട് ഞാൻ പറയുന്നു ഇതാണെന്ന്. അദ്ദേഹം എന്നോട് പറയുന്നു ഇറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ, ബട്ട് സൂക്ഷിച്ച് വേണം സുരേഷ്, പത്മനാഭസ്വാമി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഇളകി വന്ന്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയാത്തത്. ഇത് അവിടെ നിന്ന് പലർക്കും അറിയാം. ഇത് ഞാൻ പാരിഷ് കൗൺസിലിൽ പറഞ്ഞപ്പോൾ അച്ഛന്മാർ പറഞ്ഞ എന്താണെന്നറിയാം, സുരേഷ് സാർ അത് ഹിന്ദുക്കളുടെ കാര്യമാണ്, നമ്മൾ വെറുതെ അതെടുത്തിടരുത്, അവരുമായിട്ട് ചർച്ചയായിക്കോളൂ, നല്ലതാണ് അങ്ങനെ വന്നാൽ, പക്ഷെ അത് നമ്മുടെ അവകാശമൊന്നുമല്ല എന്നാണ് പാരിഷ് കൗൺസിൽ പറഞ്ഞത്. അവർക്കെത്ര വിവേകമുണ്ട്. പക്ഷേ പാരിഷ് കൗൺസിലിൽ പറഞ്ഞത് കേൾക്കാതെ പോയ മറ്റൊരു വിഭാഗത്തിന് ചിലപ്പോൾ ഇത് സംശയമായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ആ സംശയം നാട്ടിയത് ഞാനല്ല, അത് എടുത്ത് മുറിച്ച് ഉപയോഗിച്ചവർ തന്നെയാണ്. ഇത് സാധ്യമാണോ? അപ്പോൾ കേന്ദ്രം നമുക്ക് ഇത് പൂർണ്ണമായും ജനങ്ങളുടെ പ്രൊജക്റ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകേണ്ടത്, UPA സർക്കാർ അതിന് പലപ്പോഴും വിലങ്ങുതടിയായി നിന്നു. ഇപ്പോൾ നരേന്ദ്രമോദി ആയിരിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ ശക്തി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനോട് ഈ പദ്ധതിയെക്കുറിച്ച് താങ്കൾ ആവശ്യപ്പെട്ടതാണ്. 17 പ്രൊജക്ടുകളിൽ 7 പ്രൊജക്റ്റാണ് ഏറ്റവും പ്രധാനമായി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചതെന്ന് താങ്കൾ തന്നെ വിശദീകരിച്ചു. എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ കൊണ്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഈ പ്രൊജക്ടിന് ഈ നിലയിൽ അംഗീകാരം നൽകുന്നില്ല? ഒരു ക്ഷേത്രത്തിന്റെ സ്വത്ത് എടുക്കുക എൻ്റെ MP എന്നോട് പറയുന്നു, എനിക്ക് ആ വഴിക്ക് നോളജ് ഇല്ല. ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ശശി തരൂരിനെ പോലെ ഒരു UN ഗ്രേഡിംഗ് ഉള്ള ആൾ എന്നോട് പറയുന്നു, സുരേഷ് ഈ കേന്ദ്ര ഫണ്ടിങ് ഇനി ഈ കേരളമെന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന് വല്ലാർപാടത്തിന് മേലെ ഇനി കിട്ടില്ല, അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ മോദിജി അല്ല അവിടെ. ഒരു സിസ്റ്റമുണ്ട്, ഒരു റണ്ണിങ് ഡെമോക്രാറ്റിക് സിസ്റ്റമുണ്ട്, അത് ഫേവർ ചെയ്യണം. അതിനുവേണ്ടി മോദിജിക്ക് ശ്രമിക്കാം, പക്ഷേ ഇറ്റ്സ് നോട്ട് ഹിസ് റെസ്പോൺസിബിലിറ്റി. അദ്ദേഹം അങ്ങനെ ഒരു സുരേഷ് ഗോപിക്ക് വേണ്ടി അത് ചെയ്തോളണമെന്നൊന്നുമില്ല. കേരളത്തിന് വേണ്ടി അത് ചെയ്യാം. പക്ഷെ അന്നേരവും ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് വിചാരിച്ചൂടെ കേരളം എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് വിചാരിച്ചൂടെ? ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഐഡിയ ഇതാണ്. ഞാൻ അതവിടെ ഇരിക്കുന്നു. ഇത് ഒരു മ്യൂസിയം പണിത് വെക്കാനുള്ള നിർദ്ദേശമുണ്ട്, എല്ലാവരെയും പ്രദർശനത്തിന് കാണിക്കുക. ഇതിൻ്റെ കാവലാൾ ആര് എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാവലാൾ എത്രയുണ്ടെങ്കിലും ഇതിനെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഫോഴ്സസ് എവിടെ കൊണ്ടെന്നറിയത്തില്ല. ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല, എങ്കിൽ പോലും ചില ഇൻട്രൂഡേഴ്സ് വരാൻ പോകുന്നു എന്ന് പറയുന്നതിനകത്ത് ഇതൊരു ഉന്നമാണോ അറിയില്ല. ടിപ്പു സുൽത്താൻ വരെ നോട്ടമിട്ട ഒരു ഗ്രഹമാണത്, അല്ലേ? അങ്ങനെയാണിത് എള്ളും മറ്റെന്തോ ദ്രവ്യങ്ങളും എല്ലാം ചേർത്ത് ഇത് മൂടപ്പെട്ടത്, വിഗ്രഹം പോലും ആ തിളക്കം പുറത്ത് കാണിക്കാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു നാട്ടിലെ ഏറ്റവും ഉന്നതനായ VVIPക്ക് കൊടുക്കുന്ന സെക്യൂരിറ്റിയേക്കാൾ വലിയ സെക്യൂരിറ്റി ഇവിടെ ആവശ്യമായിട്ട് വരുന്നു. ഇത് ഇന്ത്യയിലെ തന്നെ നാഷണലൈസ്ഡ് ന്യൂ ജനറേഷൻ അല്ലാത്ത ബാങ്കിങ് സെക്ടറിൽ അവർക്കിത് ഒരു ഗ്യാരണ്ടിയായി അവിടെ തന്നെ വെച്ചുകൊണ്ട്, അതിൻ്റെ പുറത്തൊരു ആദ്യത്തെ ഫേസിന് 6500 ആസ് ഓഫ്
3 years ബാക്ക്. ഇപ്പോൾ അത് 7,500 കോടിയാണെങ്കിൽ അത് നൽകാൻ പറ്റിയാൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ പേരിൽ വന്നാൽ പിന്നെ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പല വഴിക്ക് ജനങ്ങൾ, ഞാൻ തയ്യാറാണ്. എൻ്റെ അടുത്ത് ലിക്വിഡിറ്റി ഇല്ല. പക്ഷേ അങ്ങനൊരു പ്രോജക്റ്റ് വരുന്നതിന് രവി പിള്ളയെ പോലെ ഒരാൾ ഇതിനകത്ത് 50 കോടി ഇടുമെങ്കിൽ, യൂസഫ് അലിയെ പോലെ ഒരാൾ ഇതിനകത്ത് 100 കോടി ഇടുമെങ്കിൽ, ഈ വീട് വിറ്റെങ്കിലും 15 കോടിയോ 16 കോടിയോ 20 കോടിയോ എത്ര കിട്ടുന്നോ ഞാൻ ഫ്ലാറ്റിൽ പോയി താമസിച്ചോളാം, ഞാൻ ആ പദ്ധതിയിലേക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഉറച്ച ഹൃദയപ്രഖ്യാപനമാണ് ഞാനിവിടെ നടത്തുന്നത്. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് ഇതിന്. പക്ഷേ പീപ്പിൾസ് കൺസോർഷ്യം വരണം. ഡോണ്ട് ട്രൈ ടു പ്ലേ ദ ഫൂൾ വിത്ത് പുഷിങ് ആൻഡ് ബിഡിങ് ആൻഡ് ടെൻഡറിങ്. വളരെ ഫേക്ക് ആയിട്ടുള്ള ആരോപണങ്ങൾ, ചൈന, പാകിസ്ഥാൻ. ഡോണ്ട് പുഷ് ഓൾ ദോസ് റബിഷ്. വിഴിഞ്ഞത്തൊരു നെടുമ്പാശ്ശേരി മോഡലാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തന്നെയാണ് വരേണ്ടത്. ജനങ്ങളുടേതായിരിക്കണം. ഞാൻ ഈ പറയുന്നതിൻ്റെ അപകടം അങ്ങനെ സംഭവിക്കെങ്കിലും സംഭവിച്ചോട്ടെ. കാരണം എൻ്റെ നിലപാട് ഞാൻ മാറ്റിയല്ല. കാരണം ഹിന്ദു വേണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഹിന്ദു അല്ല ഞാൻ ഉദ്ദേശിച്ച ഒരു മൂവ്മെൻറ്റ്. വേണ്ടെങ്കിൽ വേണ്ട, ഒരു മുതലാളി വന്നോട്ടെ. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 30 വർഷവും 40 വർഷവും കൊണ്ട് ഈ മുതലാളിത്തം അവസാനിക്കില്ല എന്ന് പറയുമ്പോൾ അടുത്ത തലമുറകൾ കുറ്റം പറയുമ്പോൾ ഞാനവിടെ ആരായിരിക്കും? അത് മതി. അദാനിക്ക് മോദി ഇത് ഗിഫ്റ്റ് ചെയ്യാൻ പോവുകയാണോ? എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ നിങ്ങൾ പറയുന്നു. ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ വേറെ പലരും പറഞ്ഞില്ലേ. അവസാനം എന്താ സംഭവിച്ചത്? നമുക്ക് പദ്ധതി ഇതുവരെ നടപ്പിലാകാതായി അല്ലേ? ഇനി അങ്ങനെ നടക്കുന്നതെങ്കിൽ നടന്നോട്ടെ. നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച് താങ്കളോട് എന്താണ് പറഞ്ഞത്? ഈ വിഷയമാണ് താങ്കൾ ഈ വിഷയം ഞാൻ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹം പഠിച്ചിട്ടില്ല, അറിയാം. ഈ ശ്രീപത്മനാഭ സ്വാമിയുടെ പേരിലുള്ള ഒരു പ്രൊജക്ട് എന്ന താല്പര്യം കൂടി ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു താല്പര്യമല്ല, അത് പിന്നെ അങ്ങനല്ലേ നടക്കൂ. അവിടെ നിന്നുള്ള ഒരു ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ സ്വാഭാവികമായും ശ്രീപത്മനാഭ സ്വാമി അല്ല ശ്രീപത്മനാഭ സ്വാമിയുടെ പേരിലുള്ള ട്രസ്റ്റിന്റെ പേരിലുള്ള പോർട്ട് അങ്ങനെ വരുന്നുണ്ടെന്നെങ്കിലും ദോഷമുണ്ട്. ഞാൻ ചോദിച്ചത് അതാണ്. നരേന്ദ്രമോദിയോട് ഈ വിഷയം ഉന്നയിച്ച സമയത്ത് അദ്ദേഹം സ്വാഭാവികമായും പഠിച്ചിട്ടുണ്ടാകില്ല. ഇല്ല, പഠിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടില്ല. പിന്നീട് ഇപ്പോഴും ശ്രീ അച്യുതാനന്ദനും ശ്രീ ഉമ്മൻചാണ്ടിയും കൂടി ചെന്ന് കാണുന്ന സമയത്തും ഫിനാൻസിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് അടുത്ത ബഡ്ജറ്റിൽ അതിനുള്ള സ്ഥാനം എന്താണെന്ന് കാണാം, നോക്കാം, പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ അനുമതിയും ആയി കഴിഞ്ഞു. ഇപ്പോഴും നമുക്ക് ഏത് നിലയിലാണ് ഇത് പ്രവർത്തിക്കേണ്ടതെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയുമില്ല. അപ്പോൾ ഇനി ഈ ഒരു കാര്യം പറഞ്ഞ്, അതായത് സെൻട്രൽ ഫണ്ടിങ് ഇല്ല, ഇനിയൊരു പ്രൈവറ്റ് ബിഡിങ് വീണ്ടും, എന്നിട്ട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഇത് ഇനിയും ഒരു 5 വർഷം നീണ്ടു പോകും എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. പീപ്പിൾസ് കൺസോർഷ്യം വരണം. അതിനകത്ത് 7,500 കോടി വരുന്ന മാർഗം എന്താണെന്ന് അന്വേഷിക്കണം. ഇത്രയേ ഉള്ളൂ നിർദ്ദേശം. ഇത് വളരെ വളരെ എളുപ്പമോ അല്ലെങ്കിൽ വളരെ സിമ്പിളോ ആയിട്ടുള്ളൊരു വിഷയമാണിത്. നെടുമ്പാശ്ശേരിയിൽ കരുണാകരൻ അത് ശ്രമിച്ചു, അത് നടന്നു. ഇന്നിപ്പോൾ അന്ന് ഫണ്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അന്ന് ഓഹരി എടുക്കാത്തവർ ദുഃഖിച്ചടക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ എന്തുകൊണ്ടൊരു 7,500 രൂപ കേരളത്തിലുള്ള മുതലാളിമാർ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതേ ഉള്ളൂ? അറിയത്തില്ല, എല്ലാവരും കൂടെ വിചാരിച്ചാൽ സാധിക്കുന്നതേ ഉള്ളൂ. നമുക്ക് സണ്ണി വർക്കി, യൂസഫ് അലി, രവി പിള്ള, ഞാൻ ജാതി അടിസ്ഥാനത്തിൽ അതെല്ലാം പാലിച്ചു. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ജർമ്മനിയിലൊക്കെ ഉള്ള ക്രിസ്ത്യൻസ് ഉണ്ട് ഒരുപാട് പേര്. 1 കോടി വെച്ച് 100 പേര് അല്ലെങ്കിൽ 1000 പേര് അവിടെ നിന്ന് വരില്ലേ? അമേരിക്കയിലും ജർമ്മനിയിലും UK, യൂറോപ്പ് മൊത്തം, ഫാർ ഈസ്റ്റ്, ജപ്പാൻ, ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ പ്രദേശത്തുനിന്നും ഒരു 10,000 പേര് വരില്ലേ 1 കോടി വെച്ചിടാൻ? നമ്മളത് നമ്മുടെ സ്വപ്നമാണ്. സ്വപ്നം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കാൻ വലിയ കഠിന പ്രയത്നമൊന്നും സംസ്ഥാന ഗവൺമെന്റുമായി സംസാരിച്ചിട്ടില്ല. എനിക്ക് അടുപ്പമുള്ള ശിവകുമാറിനോട് ഇത് 4 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് എൻഡോസ് ചെയ്ത ആളാണ്. നല്ലതാണ്, പക്ഷേ നമ്മൾ സൂക്ഷിച്ച് വേണം ഇതെടുത്തിടാൻ. ഒന്നാമത് ഇപ്പോൾ തമ്മിത്തല്ല് നടക്കുക. അല്ല, അതവിടെ നിൽക്കട്ടെ. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ എടുക്കുക എന്നുള്ളതാണല്ലോ. എടുക്കുക അല്ല, അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ അത് ബാങ്ക് ഗ്യാരണ്ടിയായി നൽകിക്കൊണ്ട് നമുക്ക് ഒരു കൺസോർഷ്യം
എന്ന നിലയിൽ ഈ ആളുകളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായി ശേഷിയുള്ളവരിൽ നിന്ന് സംഭാവന. ഇത് തന്നെയാണ് നമ്മൾ നെടുമ്പാശ്ശേരിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുകയും വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അതൊരു വിമാനത്താവളത്തിന് വേണ്ടിയാണെങ്കിൽ ഇതൊരു പോർട്ടിന് വേണ്ടിയാണ്. അത് എന്തുകൊണ്ട് സ്വീകാര്യമാകുന്നില്ല? അത് അല്ലെങ്കിൽ ആ നിർദ്ദേശം എന്തുകൊണ്ട് താങ്കൾക്ക് നേരത്തെ അത് മനസ്സിൽ തോന്നിയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തുടക്കം കുറിച്ചപ്പോഴാണ് ഇത്രയും അതിനകത്ത് എന്ത് കോരി ഒഴിച്ചു എന്ന് ഞാൻ പറയണം. ഇപ്പം ഞാൻ പറഞ്ഞു, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുക, ഞാനത് പിൻവലിച്ചിരിക്കുന്നു. ഇനി ഒരു സമൂഹത്തോടും എനിക്ക് യാതൊരു അഭ്യർത്ഥനയുമില്ല. എങ്ങനെയോ ഇത് വരട്ടെ, പക്ഷെ വരണം. അതിനുവേണ്ടി സമരം, യുദ്ധം, അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ പാതയിലുള്ള ആവശ്യപ്പെടൽ നടന്നുകൊണ്ടേയിരിക്കും. സുരേഷ് ഗോപി എന്ന നടൻ അല്ല പറഞ്ഞത്, ഇത് BJP-കാരനായ സുരേഷ് ഗോപിയാണ് പറഞ്ഞത് എന്ന നിലയിലായിരിക്കും സ്വാഭാവികമായും ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടാകുക. താങ്കൾ അതിനോട് ദയവായി ക്ഷമിക്കുക. ഇനി മുന്നോട്ട് പോയാൽ BJP-യിലേക്ക് എപ്പോഴാണ് സുരേഷ് ഗോപി, അല്ലെങ്കിൽ സുരേഷ് ഗോപി എപ്പോഴാണ് BJP-യിൽ ചേരുക? അതല്ല നമ്മുടെ വിഷയം. എൻ്റെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ വേദന തന്നെയാണ്. ആ വേദനയാണ് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയമായിട്ടുള്ള, സ്വാഭാവികമായും നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന ജനാധിപത്യത്തിൽ ജീവിക്കുന്നവരാണല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കെതിരായ ആക്രമണങ്ങളുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് യൂത്ത് കോൺഗ്രസ് ഒരു പ്രകടനം നടത്തി താങ്കളുടെ കോലം കത്തിച്ചപ്പോൾ താങ്കൾക്ക് അത് ഹൃദയത്തിൽ പൊള്ളലേറ്റു എന്നുള്ള നിലയിലേക്ക് താങ്കൾ അതിനെ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന വീക്ഷണം എന്തോ 2 വരി എഴുതി എന്ന് പറഞ്ഞപ്പം അത് വലിയ വൈകാരിക തലത്തിലേക്ക് കാര്യം എന്തിരിക്കുന്നു. പ്രവീൺ തൊഗാഡിയ എന്നൊക്കെ പറയുന്നത് അതൊരു മോശപ്പെട്ട പ്രയോഗമാണെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. അയാൾക്കും അയാളുടേതായ അവകാശങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഖണ്ഡിക്കാനുള്ള അവകാശമുണ്ട്. ആ ചർച്ച അങ്ങനെ അങ്ങ് പോയാൽ മതി. എന്നെ അനാവശ്യമായ മേഖലയിലേക്ക് വലിച്ചഴച്ചു എന്നേ ഞാൻ പറഞ്ഞു. താങ്കൾ പറയുകയാണ് ഞാൻ BJP-യിൽ ക്ഷണിച്ചാൽ BJP-യിലേക്ക് പോകുമെന്ന്. കോൺഗ്രസുകാർക്ക് പൊള്ളും സ്വാഭാവികമായിട്ടും. അതിനെന്തിനാ പൊള്ളുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വീക്ഷണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് താങ്കൾ പണ്ട് കരുണാകരന്റെ സപ്തതിക്ക് ചോറ് വിളമ്പാൻ പോയ ആളാണ്. കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധം. ആരാ കൊണ്ടുപോയത്? ശ്രീ ശൂരനാട് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ അവിടെ ചെന്നതാണെന്ന്. ഞാൻ എറണാകുളത്ത് കിടന്ന് എന്നെ ഫോൺ വിളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനാണ്, സുരേഷ് വന്നിരിക്കണം, നമ്മുടെ കൊല്ലത്തിൻ്റെ കാര്യമാണ്, നിങ്ങളൊരു കലാകാരൻ കൊല്ലത്ത് നിന്ന് ഉന്നതനായ കലാകാരൻ വന്ന് വിളമ്പി കൊടുക്കണം. ഞാൻ പോയി. എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് വരുമെന്ന് ചോദിച്ചു. അതെനിക്ക് ഒട്ടും പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ കൊല്ലത്ത് വന്ന് വിളമ്പിയിട്ട് പോയത്. അത് കഴിഞ്ഞും ശൂരനാട് പറയുകയുണ്ടായി, ഇലക്ഷൻ സമയത്ത് വന്നപ്പോഴേക്കും സുരേഷ് ഗോപി പിടി തുടങ്ങിയെന്ന്. ലീഡറുടെ കുടുംബമോ പറയട്ടെ. ഇനി അന്ന് എന്തോ ഒരു വൃത്തികെട്ട കമൻറ്റ് പാസ്സാക്കി, എന്തോ സ്റ്റണ്ട് നടൻ്റെ വരവൊന്നും ഞങ്ങൾ വകവെച്ച് കൊടുക്കത്തില്ല എന്ന്. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടില്ല, അതും ശൂരനാട് തന്നെയാണ് പറഞ്ഞത്. ശൂരനാട് പക്ഷേ അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തലയിൽ വെച്ചു. അത് അവർ തങ്ങളിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും അവരൊന്നും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല എന്ന് ഞാൻ വെച്ചില്ലെങ്കിൽ എനിക്കിത് താങ്ങാനൊക്കത്തില്ല. താങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഞാൻ എത്തട്ടെ, അന്ന് അവർക്ക് എങ്ങനെ മറുപടി കൊടുക്കണമെന്നുള്ളത് ഞാൻ പഠിക്കും. എനിക്കെപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എന്നെ ഇതൊന്നും പഠിപ്പിക്കല്ലേ എന്നുകൂടി അഭ്യർത്ഥന. ഒന്നുകൂടി ഞാൻ ആ തിരിച്ചാവശ്യത്തിലേക്കട്ടെ. BJP-യിൽ ചേരാൻ പോവുകയാണോ? ഇനി ചേരും. എപ്പോ? അത് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ, സ്റ്റേറ്റിലുള്ള, കേന്ദ്രത്തിലുള്ള, പിന്നെ എനിക്കിതിനകത്ത് നിങ്ങൾ ഇതിനകത്തേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഘടകങ്ങളുണ്ട്. അവർ തീരുമാനിക്കും. അവരെല്ലാം കൂടി തീരുമാനിച്ച് അവർക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ എന്നെ വിളിക്കും, ഞാൻ പോകും. BJP-യിൽ ചേരുകയാണ്. അതിനിപ്പോൾ ദിവസങ്ങളുടെ മാത്രം കാലതാമസമേ ഉണ്ടാകാൻ സാധ്യത എന്ന് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു. ഇല്ല. അപ്പോൾ നരേന്ദ്രമോദിയുടെ ക്ഷണം ഇനി താങ്കൾക്ക് ആവശ്യമാണ്. കാരണം നരേന്ദ്രമോദിയുടെ എന്നല്ല, അദ്ദേഹത്തിൻ്റെയും കൂടി ഇഷ്ടത്തോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ
ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി സുരേഷ് ഗോപിയാണ് ഇനി തിരുവനന്തപുരത്തിന് പറ്റിയ സ്ഥാനാർത്ഥിയെന്ന്. സ്വാഭാവികമായും ശശി തരൂർ ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നേക്കാം എന്ന അദ്ദേഹത്തിൻ്റെ അനുമാനത്തിനോടൊപ്പമാണ് സുരേഷ് ഗോപിയാണ് ഞാനല്ല ഇനി തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയാവുക. അത് അദ്ദേഹം എന്ത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആദരവോടെ ഞാൻ ആ ഒരു അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ഞാനത് ആദരവോടെ ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ അന്നേരവും അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിക്കും. ഇനി എന്നോട് ചോദിച്ചാൽ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന നിലയ്ക്ക് ഞാൻ പറയും, ഇനിയും ജനങ്ങളുടെ മേലടിച്ചേൽപ്പിക്കുന്ന ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാവരുതെന്ന് ഞാൻ വിചാരിക്കും. എൻ്റെ സൗകര്യത്തിന് വേണ്ടിയല്ല ഇത് ഉണ്ടാവേണ്ടത്. ടെക്നിക്കലായിട്ടുണ്ടായാൽ ഓക്കെ, അത് പിന്നെ പാർട്ടി നോക്കേണ്ട കാര്യമാണ്. അത് പാർട്ടി തീരുമാനിച്ചോളും. അതിലൊന്നും എനിക്ക് യാതൊരു കയ്യുമില്ല, പങ്കുമില്ല. 2014 തന്നെ താങ്കളോട് BJP സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടിരുന്നില്ലേ? കോൺഗ്രസ് ആവശ്യപ്പെട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത് BJP ആണ്. കോൺഗ്രസ് അവിടെ നിൽക്കട്ടെ. താങ്കളിപ്പോൾ 2014 ആകുമ്പോഴേക്കും താങ്കൾ ഒരു BJP വിശ്വാസിയായി വന്നല്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ നികേഷിൻ്റെ സ്ഥാനത്ത് ശ്രീ മുരളീധരൻ, V മുരളീധരൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ C ദിവാകരൻ 3 പേരെ ഇരുത്തി തരാമോ? 2014 ആകുമ്പോഴേക്കും സ്വാഭാവികമായും താങ്കൾ BJPയിൽ ആകൃഷ്ടനായി കഴിഞ്ഞിരുന്നു, ഒരു BJP വിശ്വാസിയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ 2014 ഇനി അഥവാ C ദിവാകരൻ വിളിച്ചിട്ടുണ്ടോ, രമേശ് ചെന്നിത്തല വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഏതാണ്ട് നമുക്ക് അപ്രസക്തമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷെ BJP താങ്കളോട് 2014 തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ മത്സരിക്കണമെന്ന് ചോദിച്ചു. മോദിജിയുടെ അടുത്ത് ചെന്നപ്പോൾ ആദ്യം ചോദിച്ചതും അത് തന്നെയാണ്, ഡയറക്റ്റ്. പക്ഷേ എന്തുകൊണ്ട് മത്സരിച്ചില്ല? എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരുന്നു. ഞാനത് അദ്ദേഹത്തെ അറിയിച്ചു. പക്ഷേ ഒന്നുകൂടി അത് സ്ട്രോങ് ആക്കാൻ കാരണം എനിക്കറിയാം ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, ആരോടാണ് നിഷേധിക്കുന്നതെന്ന്. ബഹുമാനപൂർവ്വം ഞാൻ പറഞ്ഞു, ഗുരുത്വദോഷമാണ്. രാജഗോപാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം മുഴുവൻ BJPക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ഇത്രയും കാലം നിന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അവസരം നഷ്ടപ്പെടുത്തി ഞാൻ ഒരിക്കലും ആ സ്ഥാനത്ത് വരില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട. എനിക്കത് അതായത് രാജഗോപാലിനോടൊരു ഗുരുത്വദോഷമാകും എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് 2014 മെയ്യിൽ താങ്കൾ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി ആകാതിരുന്നത്. അങ്ങനല്ല. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. ഞാൻ ഫാക്റ്റ് പറഞ്ഞു. യു ടേക്ക് ദാറ്റ്, യു ക്യാരി ദാറ്റ് ഓൺ എയർ. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജയിക്കുക, തിരുവനന്തപുരത്ത് ജയിക്കുക എന്നുള്ളതല്ല, കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു. അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത്, ദോഷം പറഞ്ഞു പോയാൽ അന്ന് നരേന്ദ്രമോദിക്ക് സ്വീകാര്യമാകണമെന്ന്. അന്ന് നിങ്ങൾ ഇത് വെച്ച് ക്ലോസ് ചെയ്യണം. ഞാൻ മോദിജിയെ കാണുന്നത് ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ഒരാൾ ഇതായിരിക്കാം എന്ന് വിചാരിച്ച് കാണുന്നു. അങ്ങനെ വരുമ്പോൾ കേരളം മുഴുവൻ തിരിഞ്ഞു നിന്നാലും ഒരു ഡോറ് തുറന്നാൽ ഒന്ന് മുഖം കാണിച്ച് കയറാൻ പറ്റുന്ന ഒരാൾ ഇവിടുന്ന് ഉണ്ടാവുന്നെങ്കിൽ അത് ഞാനായാലും ഓക്കെ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം 8 മാസമായിട്ട് ആളിനെ വിട്ട് വിളിപ്പിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് ഞാൻ തീരുമാനിച്ച് മാർച്ച് 5-ാം തീയതി പോകുന്നു. തമിഴ്നാട്ടിൽ രജനീകാന്ത്, കേരളത്തിൽ സുരേഷ് ഗോപി, ഇതായിരുന്നു 2 ലക്ഷ്യങ്ങൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം 2014 മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മീഡിയ മിടുക്ക് പ്രണമിക്കുന്നു. എനിക്ക് അവിശ്വസനീയമായി തോന്നുന്ന ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഒ രാജഗോപാലിനോട് ഒരു ഗുരുത്വദോഷം കാണിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി അത് അംഗീകരിച്ചു തരുന്നതാണോ? ഈ ഗുരുത്വദോഷം എന്ന് പറയുന്നത് അവസാനത്തെ പ്രയോഗമായിട്ട് ഉപയോഗിച്ചതാണ്. അപ്പോഴും വ്യക്തമാക്കിയത് എനിക്കിത് വശമുള്ള കാര്യമല്ല, എനിക്കിത് പറ്റുന്ന കാര്യമല്ല, എനിക്കിത് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഇന്നാരൊക്കെ വന്ന് ചോദിച്ചാണ്. അന്നേരം എല്ലാം ഞാൻ വളരെ സ്വീറ്റായിട്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തോടും പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ഗുരുത്വദോഷം കൂടി അതിനകത്തുണ്ടാവും, ഞാൻ അതിന് തയ്യാറല്ല. എന്തായാലും താങ്കൾ മത്സരിച്ചില്ല. ഇനിയിപ്പോൾ ഒ രാജഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരങ്ങൾ, അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കും. എനിക്കറിയില്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാനൊരു പാർട്ടി അംഗം പോലും ആയിട്ടില്ല. ആഗ്രഹിക്കുകയാണെങ്കിൽ ഇനി ഞാൻ നോ എന്ന് പറയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. BJPയിലാണെങ്കിലും ലോക്സഭാ സീറ്റിൽ മത്സരിക്കാനാണെങ്കിലും എന്ത് തന്നെയായാലും ഇനി ആ പാർട്ടിയിൽ ചേരാൻ കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടി എന്ത് പറയുന്നു? തിരുവനന്തപുരത്ത് നിയമസഭാ സീറ്റിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ എനിക്കറിയില്ല. അതൊക്കെ അവർ പറയട്ടെ. നമ്മളെന്തിനാ ഈ കാണാപ്പുറം വായിക്കുന്നത്, എഴുതാപ്പുറം വായിക്കുന്നത് എന്തിനാ? കാണാപ്പുറം വിട്.
എഴുതിയിട്ടില്ല അങ്ങനെ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് അമിത്ഷാ കേരളത്തിൽ വന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള യുദ്ധമായിരിക്കരുത്, ഭരണം പിടിക്കാനുള്ള യുദ്ധമായിരിക്കണം എന്നാണ്. നമുക്ക് ഹരിയാനയിൽ അത് കണ്ടു, ജമ്മു കശ്മീരിൽ അതിനെ ശ്രമം നടത്തി, മഹാരാഷ്ട്രയിൽ വിജയം കണ്ടു. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള ഒരു പോരാട്ടത്തിൽ BJPക്ക് ഒരു നല്ല മുഖം ആവശ്യമാണ്. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലായിരിക്കുമോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ഞാനല്ലത് തീരുമാനിക്കേണ്ടത്, അതെൻ്റെ കയ്യിലുള്ള കാര്യമല്ല. അവരുടെ ഡിസൈൻ എന്താണെന്ന് അവർക്ക് ചിലപ്പോൾ അതിന് മുമ്പ് അത് ചെയ്ത് പരീക്ഷിച്ച് വിജയമോ തോൽവിയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അത് ശക്തമായി നടപ്പിലാക്കാൻ. അവർ നടപ്പിലാക്കിക്കോളും. അതിനിപ്പോൾ ഞാൻ നിർബന്ധമൊന്നുമില്ല. എങ്ങനെയാണ് അവർ പറയട്ടെ. അത് ഞാനെങ്ങനെ പറയും? ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനൊരു അംഗം പോലുമല്ല. ഞാനങ്ങനെ പറയും. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോൾ താങ്കൾക്ക് സിനിമ അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ? എനിക്കറിയത്തില്ല. അതെൻ്റെ അഭിനിവേശം തന്നെയാണ്. സിനിമ അഭിനയം എന്നല്ല, നടനം. അതുപോലെ തന്നെ എൻ്റെ ഷോ സോ വെരി ഡിയർ ടു മീ. അതായത് രാഷ്ട്രീയത്തിനൊപ്പം തന്നെ കോടീശ്വരനും അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകാൻ എനിക്ക് നികേഷ് പിന്നെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ ആഗ്രഹം ഇപ്പോഴും ഇതൊക്കെ തന്നെയായി നിലകൊള്ളണം. പക്ഷേ നാടിന് ഒരുപക്ഷെ നല്ലതാകുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് പ്രഷർ ചെലുത്താൻ നമുക്കവിടെ ഒരു പവർ പോയിൻ്റ് ഉണ്ടായാൽ മതി. പ്രധാനമന്ത്രി അടുത്തൊന്ന് ഓടിച്ചെല്ലാനും ഇതൊന്ന് സാധ്യമാക്കി തരണമെന്നും അതിന് ഒന്ന് ഫോഴ്സ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു മധുരതരമായ സ്വാതന്ത്ര്യം പ്രഷറൈസ് ചെയ്യാൻ നമുക്ക് കിട്ടിയാൽ മതി. 100 ചോദിക്കുമ്പോൾ 10 കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ മതി. അത് മതി. കേരളത്തിൽ ഒരു കേന്ദ്രമന്ത്രിയെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ സുരേഷ് ഗോപിയിലൂടെ ആയിരിക്കും അത് കേരളത്തിന് ലഭ്യമാവുക എന്നുള്ളത് ആളുകളുടെ അടക്കം പറച്ചിലാണ്. നമുക്ക് എത്രത്തോളം വസ്തുത അതിനകത്തുണ്ട്, അത് സാധ്യമാണോ, ഇതൊന്നും എനിക്കും അറിയില്ല. പക്ഷെ എങ്കിൽ പോലും എനിക്ക് അടക്കം പറയാൻ പോലും ആ കാര്യത്തിൽ യോഗ്യതയില്ല, സ്വാതന്ത്ര്യവും ഇല്ല. അങ്ങനെ ആരെങ്കിലും അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് പോസ്റ്റൊക്കെ. ഞാൻ ഈ FBയിൽ വരുന്ന പോസ്റ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും പദവി താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി പണിയെടുക്കില്ല. നിയോഗം മാത്രമായിരിക്കുമെന്ന് ഞാൻ എത്രയോ വർഷമായിട്ട് പറയുന്നുണ്ട്. ആഗ്രഹിക്കത്തില്ല. ആ ആഗ്രഹത്തിന് വേണ്ടി പണിയെടുക്കുകയില്ല. ആയാൽ നിയോഗമായിരിക്കും, ദൈവനിശ്ചയമായിരിക്കും. അതിനെ ഞാൻ ബഹുമാനിക്കും. എന്തായാലും രാഷ്ട്രീയത്തിലെ എല്ലാ ഭാവുകങ്ങളും ശ്രീ സുരേഷ് ജീവിതത്തിൽ നേരൂ. എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു. താങ്ക് യു.